ഹായ് മക്കളെ, സൈലത്തിൻ്റെ കീം എക്സ്പീലിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കീം എക്സ്പീൽ നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ സൈലം ആപ്പിലൂടെ അതല്ലെങ്കിൽ സൈലം വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സൈലം കീം എക്സ്പീൽ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ കീം എക്സ്പീൽ പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ സൈലത്തിൻ്റെ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് കീം എക്സ്പീൽ പർച്ചേസ് ചെയ്യാം. സോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ സൈലം ആപ്പിലേക്കോ സൈലം വെബ്സൈറ്റിലേക്കോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിലേക്ക്, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങളത് ലീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആൾറെഡി പർച്ചേസ് ചെയ്ത ബാച്ചുകൾ ഉണ്ടെങ്കിൽ അത് ആൾറെഡി അവിടെ കാണിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും മുകളിൽ 11th NEET എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏത് കോഴ്സാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യണം. നിലവിൽ അവിടെ നമുക്ക് അപ്ലിക്കബിൾ ആയതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ അതർ എക്സാംസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് JEE അല്ലെങ്കിൽ കീം ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ കീം XPL ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ JEE ഓർ കീം നമ്മൾ കൊടുക്കുന്നു. അവിടെ 11th ക്ലാസ് 12th ക്ലാസ് 12+ ഉണ്ട്. അപ്പോൾ 12+ കൊടുക്കുക. നമ്മൾ 12+ കൊടുത്തു കഴിഞ്ഞാൽ ആ 12ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ബാധകമായിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ XPL കീം കാണാൻ പറ്റും. XPL കീമിൽ ബൈ നൗ എന്ന് കൊടുക്കുക. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവാന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. ആൾറെഡി നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവിടെ ആഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. എപ്പോഴും നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ എപ്പോഴും പറയുക. പക്ഷേ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഇതുപോലെ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ ഞാൻ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് താഴെ നമുക്ക് ഒരു ടാബിൻ്റെ ഓപ്ഷൻ കൂടിയുണ്ട്. ടാബ് ആൾറെഡി സെലക്ട് ആയിട്ടാണ് കിടക്കുക. കാരണം നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പഠിക്കുന്ന സമയത്ത് മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നമ്മൾ പോകാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ലോക്ക് ചെയ്തൊരു ടാബ്, നമ്മുടെ സ്റ്റഡി പർപ്പസിന് മാത്രമല്ല ഒരു ടാബ് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടാബ് കൂടി ആൾറെഡി ആഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടാബ് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 20,999 ആണ്. അതല്ല നിങ്ങളിപ്പോൾ ടാബ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ടാബ് വേണ്ട, ടാബ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ അടക്കം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6,000 rupees ആണ്. ഇത് നിങ്ങൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ എമൗണ്ട്, ആ കോഴ്സിന് മാത്രമായി വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 4750 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിലുള്ള പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ നമ്മളിതേ പ്രൊസീഡ് ടു ബൈ കൊടുക്കുകയാണ്. പ്രൊസീഡ് ടു ബൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേസർ പേയിലേക്കുള്ള ഓപ്ഷൻസ് ആണ് പോകുന്നത്. അവിടെ UPI പേയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് വഴിയോ ഏത് ഓപ്ഷനിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം. ഞാനപ്പോൾ UPI പേയ്മെൻ്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഗൂഗിൾ പേ ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ഞാൻ സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ ആൻഡ് പേ കൊടുക്കുന്നു. സോ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ പ്രോസസ്സിങ്ങിലായിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കും ഗൂഗിൾ പേ എന്ന് പറയുന്ന പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ കൊടുക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങളുടെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്കായി റെഡി ആയിരിക്കും. അപ്പോൾ നിങ്ങളിനിപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കും. കാരണം മെറ്റീരിയൽ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് നിങ്ങളവിടെ കൊടുക്കേണ്ടി വരും. എന്നിട്ടായിരിക്കും പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം. ബാച്ച് എത്രയും നേരത്തെ പർച്ചേസ് ചെയ്യുക. നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് കീമിന് ബാക്കി ഉണ്ടാവുക ബോർഡ് എക്സാമിന് ശേഷം. അപ്പോൾ ബോർഡ് എക്സാമിന് ശേഷം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് 2026 കീം നമ്മൾ ഒരുമിച്ച് നേരിടും.